അമ്മ പെട്ടെന്ന് ഓടി വന്നേ, ഇല്ലെങ്കിൽ ഇതിപ്പോൾ പോകുന്നതാണ് മക്കളെ വിളിയിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ആകാശത്ത് വലിയ മഴവില്ലിട്ടാ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറേ കാലത്തിന് ശേഷമാണ് ഇത് കാണുന്നത്. അതൊന്നും നല്ല കാര്യം. ഇന്ന് നമുക്ക് കുറച്ച് അധികം പണിയുണ്ട്, കാരണം ഹോസ്പിറ്റലിൽ പോകണം. അമ്മ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പോൾ പോകേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് സ്കൂളിലും പോകണം, ഏട്ടനെയും പറഞ്ഞയക്കണം. പിന്നെയാണ് ഞാനാണ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജ് ആണെങ്കിൽ ഓഫാക്കി 1 മണിക്കൂർ മുന്നേ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അത് ചെയ്തിട്ട് അതിൻ്റെ പോകാമെന്ന് വിചാരിച്ചു. കാരണം മക്കളുണ്ടല്ലോ, അപ്പോൾ അവരും കൂടി എന്നെ സഹായിച്ചെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ പ്രത്യേകിച്ചൊന്നും വെക്കാൻ നിന്നില്ല, ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അപ്പം ഭക്ഷണം അവിടെ നിന്ന് വാങ്ങാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായത് ചൂടാക്കി, എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ. പിന്നെ നമ്മുടെ ചട്ടുക തലേന്ന് പറഞ്ഞാൽ ഒരു പുഴുവാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെ കുറേ ആയി കാണാണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തുള്ളൂ, കുറേ വർഷമായി. ഞാൻ വെച്ചതൊന്ന് നശിച്ചു പോയി, പക്ഷേ ഇപ്പൊ കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ മോൻ കുളിക്കാൻ വന്നതിന് മുന്നേ എനിക്കൊരു സംഭവം കാണിച്ചു. അമ്മ ഇത് അവിടെ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞത്, അത് പല്ലിന്റെ എന്തെല്ലോ സംഭവമാണ്. അപ്പൊ പിന്നെ വേഗം അത് വലിച്ചെറിഞ്ഞ് രണ്ടാളും കയ്യിലും കഴുകി വൃത്തിയായി നിന്നിട്ടാ. ഈ കുട്ടികളെയും പറഞ്ഞ ചേട്ടൻ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ അവിടെ ആക്കിയിട്ട് വേണം ഏട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി. അപ്പൊ അതിന്റെ തിരക്കുണ്ട്. നോക്കുമ്പോൾ എൻ്റെ മുറ്റത്ത് അമ്മ ചക്ക വരട്ടാൻ വേണ്ടി വെച്ച കുറച്ച് ചക്കകൾ ഉണ്ടായിരുന്നു. ഈ ചക്കൊക്കെ ചീഞ്ഞു പോയി. ആൾക്ക് അസുഖമായപ്പോൾ പിന്നെ അതൊന്നും വരട്ടാനും നാളില്ലല്ലോ. പിന്നെ എല്ലാം എടുത്ത് കൊണ്ട് കളഞ്ഞു കേട്ടാ. മോനാണെങ്കിൽ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള മുട്ട ഓരോന്ന് പൊരിക്കുകയാണ്. കറി ഞാൻ കൊടുത്തു വിടാറുണ്ട്, ചോറ് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇപ്പം 2 ദിവസം ഞാൻ ഒന്നും കൊടുത്തു വിടുന്നില്ല, കറി മാത്രം. അപ്പം മുട്ട ഓംലെറ്റ് മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും, ഏട്ടൻ അനിയത്തിക്കുള്ളത് ഏട്ടൻ തന്നെ തയ്യാറാക്കാണ് കേട്ടോ, മുട്ടയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോറ് വാർത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊടിയൊരു കഞ്ഞി ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറെല്ലാം വാർത്തയെല്ലാം സെറ്റാക്കി വെച്ച് മക്കൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞതിന് ശേഷം ഞാനും ഏട്ടനും കൂടി പോയിട്ടുണ്ട്. എന്നെ ഏട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർത്തുന്നത് കാണുന്നതാണ് ക്യാൻറ്റീൻ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കിടന്ന് വരണം. പക്ഷെ വെറുതെ പറയട്ടോ, അങ്ങനെയൊന്നും പറ്റില്ല, കാരണം അമ്മ ഒറ്റയ്ക്കല്ല. അപ്പം കിടക്കിട ക്യാൻറ്റീനിലൊക്കെ പോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ 5th ഫ്ലോറിലാണ്. അപ്പോൾ 5th ഫ്ലോറിലോട്ട് പോയിട്ടുണ്ട്. 5th വാർഡിലായിരുന്നു ആദ്യം, പിന്നെ വാർഡിൽ നിന്ന് മാറ്റി റൂമിലേക്ക് നമ്മൾ റൂം എടുത്തിട്ട് അവിടെ നിൽക്കാൻ കേട്ടോ. കയ്യിൽ നല്ലോണം ട്രിപ്പൊക്കെ ഇട്ടിട്ട് മരുന്നൊക്കെ പോകുന്നുണ്ട്. അമ്മ നല്ല ക്ഷീണമായിരുന്നേ. അപ്പോൾ പിന്നെ ഏട്ടൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. ആള് 9 മണിക്ക് പോകേണ്ട ആളോ 10 മണി അതിന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉച്ചവരെ, ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഉച്ചവരെ മാത്രമേ പണിക്ക് പോകാറ് കേട്ടോ. അപ്പോൾ എനിക്കായിരുന്നു എത്തിയപ്പോൾ ഒരു അന്താളിപ്പായിരുന്നു. എന്നാലും പിന്നെ അത് സെറ്റായി. പിന്നെ ഞാൻ പുറത്തുനിന്ന് നോക്കി, അങ്ങ് കാണുന്നത് നമ്മുടെ കൊടകര കനകമല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പം മഴയ്ക്ക് മുമ്പ് മഴയ്ക്ക് ശേഷം എന്നുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി, മഴ പെയ്തപ്പോഴൊക്കെ. പിന്നെ ക്ലീനിങ് ചേച്ചി നല്ലോണം വൃത്തിയാക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു മഴ കഴിഞ്ഞ ശേഷമാണ് കാണുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ മലിൻ്റെ മുകളിൽ നിന്ന് കാറ്റും പുകയൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. പക്ഷെ നല്ല ഭംഗിയുണ്ടായി കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് കിവി ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് മുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. എന്നാലും ഭക്ഷണം പൊതുവെ കുറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം ഏട്ടൻ വർത്തമാനം പറഞ്ഞിരുന്ന് ഏട്ടൻ പോയി. അങ്ങനെ ഇത് പിന്നെ ഒരു ഉച്ചക്കല്ലേ ഏട്ടൻ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് വന്ന് കുട്ടികൾ വരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണമല്ലോ. അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും കൂടി വേഗം ഏട്ടൻ 3:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി